അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് ഇന്ന് സൂറത്ത് ഹൂദിലെ 48-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قيل يا نوح اهبط بسلام منا وبركات عليك وعلى أمم ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. ഖീല അരുളപ്പാടുണ്ടായി, പറയപ്പെട്ടു, യാ നൂഹു, ഓ നൂഹ്, ഇഹ്ബിത് ബിസലാമിൻ, സമാധാനത്തോടുകൂടി കപ്പലിറങ്ങുക, മിന്നാ, നമ്മിൽ നിന്ന്, വബറകാത്തിൻ അലൈക, താങ്കളുടെ മേൽ അനുഗ്രഹത്തോടെയും, വഅലാ ഉമമിൻ മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുള്ള സമുദായത്തിൻ്റെ മേലും നമ്മുടെ ബർക്കത്തുണ്ടാകും. വ ഉമമുൻ, മറ്റു സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് പിന്നീട് ജീവിത വിഭവങ്ങൾ നൽകും. സുമ്മ യമസ്സുഹും, പിന്നെ അവരെ ബാധിക്കും, മിന്നാ, നമ്മിൽ നിന്ന്, അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ. ഒന്നുകൂടെ അർത്ഥം അറിയാം. ഖീല പറയപ്പെട്ടു, കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. ഇവിടെ അള്ളാഹു ആണ് പറയുന്ന ആൾ എന്നുള്ളത് കൊണ്ട് ആദരവോട് കൂടി അരുളപ്പാടുണ്ടായി. അങ്ങനെയാണല്ലോ ഉന്നതങ്ങളിൽ നിന്നുള്ള വർത്തമാനത്തിന് അരുളുക, അള്ളാഹു അരുളുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആദരവോട് കൂടി തന്നെയാണത് പറയേണ്ടത്. ഖീല യാ നൂഹു, പറയപ്പെട്ടു അല്ലെങ്കിൽ അരുളപ്പാടുണ്ടായി, യാ നൂഹു, അല്ലയോ നൂഹ്, ഇഹ്ബിത്, ഹബത്ത, ഇത് നമ്മൾ അൽ ബഖറയിലൊക്കെ പഠിച്ച വാക്കാണ്, ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിനാണ്. ഇഹ്ബിത് ബിസലാമിൻ, സലാം എന്ന ശാന്തി, സമാധാനം, സമാധാനത്തോടു കൂടി ഇറങ്ങുക, മിന്ന, നമ്മിൽ നിന്നുള്ള സലാം, വ ബറകാത്തിൻ അലൈക, താങ്കളുടെ മേൽ ബർക്കത്തുകളും ഉണ്ടാകും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണല്ലോ. വഅല ഉമമിൻ മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ള സമുദായത്തിൻ്റെ മേലും നമ്മുടെ അനുഗ്രഹം ഉണ്ടാകും, അതോടൊപ്പം നമ്മുടെ ശാന്തിയും ഉണ്ടാകും. വ ഉമമുൻ സനുമത്തിഉഹും, പിന്നെ ചില സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് പിന്നീട് ജീവിത വിഭവങ്ങൾ നൽകും. സുമ്മ യമസ്സുഹും മിന്ന, മസ്സ യമസ്സു, ബാധിക്കുക, സ്പർശിക്കുക എന്നാണ്, തൊടുക എന്നാണ് വാക്കിനർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ശിക്ഷ ആയതുകൊണ്ടാണ് ബാധിക്കുക എന്ന് പറഞ്ഞത്. സുമ്മ യമസ്സുഹും മിന്ന, പിന്നെ അവരെ നമ്മിൽ നിന്ന് ബാധിക്കും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് സ്പർശനമുണ്ടാകും. അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ അവരെ പിടികൂടും, അവരെ ബാധിക്കും, അല്ലെങ്കിൽ അവരെ സ്പർശിക്കും. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കപ്പൽ ഏകദേശം 6 മാസത്തോളം ജലോപരിതലത്തിൽ സഞ്ചരിച്ച് അവസാനം ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ, തുർക്കിയിലുള്ള ജൂതി പർവ്വതത്തിൻ്റെ മുകളിലാണ് ചെന്ന് അടിഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജൂതി പർവ്വതം എന്ന് പറയുന്നത് തുർക്കിയിൽ 2 കിലോമീറ്ററിലധികം ഉയരം വരുന്ന പർവ്വതമാണ്. അറാറത്ത് പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗമാണ് ജൂതി പർവ്വതം. അവിടെ ചെന്നിറങ്ങി. അവിടെ നമ്മൾ പിന്നെ അതിനെ സംബന്ധിച്ച് ചില കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പ്രാവിനെ പറത്തി വിട്ടു, ആ പ്രാവ് ഒരു ഇലയും കൊത്തി തിരിച്ചു വന്നു. അപ്പോൾ മനസ്സിലായി ഇലയും കൊത്തി തിരിച്ചു വരുമ്പോൾ വെള്ളമുണ്ട്, പൊങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇലയായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൂടി കാത്തു നിന്നു. അവസാനം പ്രാവ് പോയി. ആ പ്രാവ് പിന്നെ മടങ്ങി വന്നില്ല. അപ്പോൾ മനസ്സിലായി ആ പ്രാവ് മടങ്ങി വരാത്തതിന് കാരണം അതിന് മണ്ണിൽ, ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ലഭിച്ചിരിക്കണം, ഇറങ്ങാനുള്ള സൗകര്യവും സ്ഥലമൊക്കെ കിട്ടിയിരിക്കണം. അങ്ങനെ ആണ് പിന്നെ അവർ കപ്പൽ, അങ്ങനെയൊക്കെ കഥകളിലുള്ളതാണ്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല.
ഇവിടെ അല്ലാഹു തആല നേർക്കുനേരെ കാര്യം പറയുകയാണ്. കപ്പൽ ജ്യോതി പർവ്വതത്തിൽ നിന്ന് ഉറച്ചു. അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു, ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വ ബറകാത്തിൻ അലൈക, താങ്കൾക്കും താങ്കളുടെ മേൽ താങ്കളുടെ കൂടെയുള്ള സമുദായത്തിൻ്റെ മേലും നമ്മിൽ നിന്നുള്ള ബർക്കത്തുണ്ട്, സമാധാനത്തോടു കൂടി ഇറങ്ങുക. 6 മാസം വെള്ളം കെട്ടി നിന്നൊരു ഭൂമിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു തആല പറയുന്നത് സമാധാനത്തോടു കൂടി ഭൂമിയിലേക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണല്ലോ. അവർക്ക് പാർപ്പിടങ്ങളില്ല, അവർക്ക് കൃഷി ചെയ്യാൻ ഇപ്പോൾ ഭൂമി ശരിപ്പെട്ടിട്ടുണ്ടാവില്ല, അവിടെ മരങ്ങളോ പച്ചപ്പോ അല്ലെങ്കിൽ മറ്റു പഴവർഗ്ഗങ്ങളോ ഒന്നും ലഭ്യമല്ല. എന്നാൽ പോലും അള്ളാഹ് അവരോട് പറയുന്നത് സമാധാനത്തോടു കൂടി ഇറങ്ങിക്കൊള്ളുക. അതിനർത്ഥം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. അല്ലാഹു തആല അവർക്ക് ആവശ്യമായ മനസമാധാനത്തിന് വേണ്ടതൊക്കെ അല്ലാഹു തആല ഒരുക്കിക്കൊള്ളും. വ ബറക്കാത്ത്, ഈ ബറക്കാത്ത് എന്ന് പറഞ്ഞാൽ ജീവിത സൗകര്യങ്ങളാണ്, ജീവിത വിഭവങ്ങളാണ്. അതും നമ്മിൽ നിന്നുള്ള എന്ന് വെച്ചാൽ പ്രത്യേക രീതിയിലും പ്രത്യേക അനുഗ്രഹത്തോടെയും നിങ്ങൾക്ക് അല്ലാഹു തആല ജീവിത സൗകര്യങ്ങൾ അവിടെ ഒരുക്കിത്തരും. ഇനി നിങ്ങൾക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങാം. അതെന്ത് എങ്ങനെയെന്നൊന്നും അല്ലാഹു തആല വിശദീകരിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സവിശേഷമായ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ മനസ്സമാധാനത്തിനുള്ള സംവിധാനവും അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഖീല, പറയപ്പെട്ടു, യാ നൂഹു, അലയോ നൂഹേ, ഇഹ്ബിത്, ഹബത്ത എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഇഹ്ബിത്. അത് കൂട്ടി ഓതുമ്പോൾ യാ നൂഹുനിഹ്ബിത്, യാ നൂഹുനിഹ്ബിത് ബിസലാമിൻ മിന്നാ, നമ്മിൽ നിന്നുള്ള സമാധാനം അല്ലെങ്കിൽ ശാന്തിയോടെ രക്ഷയോടെ സമാധാനത്തോടു കൂടി അങ്ങ് കപ്പലിൽ നിന്ന് ഇറങ്ങുക. വ ബറക്കാത്തിൻ അലൈക, താങ്കളുടെ മേൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകും. വ അലാ ഉമമിൻ മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുണ്ടായി വരുന്ന ജനവിഭാഗങ്ങൾക്കും, താങ്കളുടെ കൂടെയുള്ളവർക്കും താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുണ്ടായി വരുന്നതാണ്. വ അലാ ഉമമിൻ മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നുള്ള സമുദായത്തിനും എന്ന് വെച്ചാൽ താങ്കളിൽ നിന്നും താങ്കളുടെ താങ്കളുടെ അഹ്ലുകാരിൽ നിന്നും താങ്കളുടെ കൂടെയുള്ളവരിൽ നിന്നും പിൽക്കാലത്തുണ്ടാകുന്ന സന്താന പരമ്പരകൾക്കും ആവശ്യമായ ബറക്കാത്തുകൾ അത് നമ്മൾ ഭൂമിയിൽ സൗകര്യം ചെയ്തു തരും, നിങ്ങൾക്ക് ഒരുക്കി തരും. അതോടൊപ്പം ഉമമുൻ, വേറെ ചില ജനവിഭാഗങ്ങളുണ്ടാകും. നൂഹ് നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരകളിൽ നിന്നാണ് പിൽക്കാലത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അതല്ല, നൂഹ് നബി അലൈഹി സ്വലാമയുടെ കൂടെ കപ്പലിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ എല്ലാവരുടെയും സന്താന പരമ്പരകളാണ് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും അതിൻ്റെ ബാക്കികളാണ്. ആ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കൂടെ അന്ന് കപ്പലിൽ അവശേഷിച്ചവരുടെ, ജീവിച്ചിരുന്നവരുടെ അനന്തരഗാമികളാണ്. പിൽക്കാലത്ത് അവരിൽ നിന്നുണ്ടായവരാണ് ലോകത്താകമാനവുമുള്ള മനുഷ്യവർഗം. അപ്പോൾ അവർക്കും കൂടി നമ്മൾ ഭൂമിയിൽ ജീവിത വിഭവങ്ങൾ ഒരുക്കും. എന്നാൽ ഉമമുൻ, ചില സമുദായങ്ങളുണ്ട് പിൽക്കാലത്ത് വരുന്ന, അവരിൽ നിന്ന് പെറ്റുപെരുകി ഭൂമിയിൽ ആകമാനം വ്യാപിക്കുകയാണ് മനുഷ്യവർഗം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവരിൽ പെട്ട ചില സമുദായങ്ങൾക്ക്, ചില ജനവിഭാഗങ്ങൾക്ക് സനുമത്തിഹും, നാം അവർക്ക് മത്താഴ് നൽകും, ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ ദുനിയാവിൽ നൽകും. പക്ഷേ സുമ്മ യമസ്സുഹും മിന്ന, പിന്നെ അവർക്ക് നമ്മിൽ നിന്ന് ഏൽക്കും, ബാധിക്കും, അവരെ സ്പർശിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവരിൽ സൽക്കർമ്മികളായ ആളുകളുണ്ടാകും, അവരെ അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുത്തും. ദുഷ്കർമ്മികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതോടൊപ്പം സുമ്മ യമസ്സുഹും, പിന്നെ അവരെ പിടികൂടും അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ. അഥവാ നൂഹ് നബി അലൈഹിസ്സലാമയും ജനതയും പിന്നെ സമാധാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളാണ് മുഴുവനും. അവരിൽ നിന്നുണ്ടാകുന്ന അടുത്ത തലമുറയും വിശ്വാസികളാണ്. ഇങ്ങനെ കുറേ കാലം വിശ്വാസികൾ മാത്രമുള്ള, ഏകദൈവ വിശ്വാസികൾ മാത്രമുള്ള, അള്ളാഹുവിൻ്റെ ദീൻ മാത്രമുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മുത്തഖീങ്ങളായ, മുഅ്മിനീങ്ങളായ, മുസ്ലിമീങ്ങളായ, മുഹ്സിനീങ്ങളായ ജനങ്ങൾ മാത്രം ഭൂമുഖത്ത്. പക്ഷേ പിൽക്കാലത്ത് ജനങ്ങൾ പെരുകുകയും അവർ ഭൂമിയിൽ ഇങ്ങനെ പതുക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ വീണ്ടും അധർമ്മങ്ങൾ പെരുകുകയും അല്ലാഹു തആല അവർക്ക് വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ഇദ്രീസ് നബി, നൂഹ് നബി അലൈഹിസ്സലാം കഴിഞ്ഞിട്ട് പിന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം,
അതുപോലെ അതിൻ്റെ മുമ്പ് ആദം, ഇദ്രീസ്, നൂഹ്, പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മുമ്പ് ഇവരെയൊക്കെ അയച്ച് അവരെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല പരമാവധി അവർക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ട്, അവർക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും നിഷേധിച്ചപ്പോൾ, അതിനൊക്കെയും നന്ദികേട് കാണിച്ചപ്പോൾ അല്ലാഹു തആല അവരെ പിടികൂടി ശിക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യം നേരത്തെ തന്നെ അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാമയോട്. ഉമമുൻ സനുമത്തിഉഹും, ചില സമുദായങ്ങൾക്ക് നാം ഒരുപാട് മത്താൾ കൊടുക്കും. അതിൽപ്പെട്ടതാണ് സാലിഹ് നബി അലൈഹിസ്സലാമയുടെ സമൂദ് ഗോത്രം, ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ആദ് ഗോത്രം. മറ്റു മനുഷ്യവർഗങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിധം ശാരീരികമായ ബലവും ശക്തിയും വലുപ്പവും പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിത സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കഴിവും ഒക്കെ കൊടുക്കപ്പെട്ടിരുന്ന വിഭാഗം. അതാണ് ഉമമുൻസൻ ഉമത്തിഴുഹും, നാം അവർക്ക് ഒരുപാട് മത്താഴ് നൽകും, ജീവിത സൗകര്യങ്ങൾ നൽകും. സുമ്മ യമസ്സഹും, പിന്നെ അവരെ ബാധിക്കും അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ. അത് ദുനിയാവിലും ഉണ്ടാകും, ചിലപ്പോൾ പരലോകത്തും ലഭിക്കുമെന്നത് അദാബുൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നവരിൽ പെടാതെ നമ്മെ എല്ലാവരെയും മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ മുത്തഖീങ്ങളായ അവൻ്റെ ഇഷ്ടദാസന്മാരെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹ് വഴികേടിൽ അകപ്പെടാതെ എന്നും നിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണം, ഞങ്ങളെ സഹായിക്കുമാറാകണം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.